നിലവിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും രക്ഷാപ്രവർത്തനത്തിൽ ഈ ആളെ കണ്ടെത്തുന്നതിനായുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കം ഇതുവരെയും കഴിഞ്ഞ രാത്രിക്ക് ശേഷം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോബോട്ടുകൾ ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അത് എത്രത്തോളം കാര്യക്ഷമമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ മനുഷ്യ സഹജമായി ഇവിടെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് യന്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തെ പറയാം. കാരണം 140 മീറ്ററോളം നീളത്തിൽ ടണൽ കിടക്കുകയാണ്. ടണൽ എന്ന് പറയുമ്പോൾ വെറും വെള്ളം ഒഴുകുന്ന ടണൽ മാത്രമല്ല, ടണലിനുള്ളിൽ നിറയെ മാലിന്യമാണെന്ന പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ ഏകദേശം ഇന്നലെ വീണ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് മുൻപാണ്. ആ സമയം കടന്ന് ഒരുപാട് ഇങ്ങ് പോരുന്നു. രക്ഷാപ്രവർത്തകരാണ് എങ്കിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ ഇന്നലെ മുതൽ കണ്ടതാണ്. എന്തായാലും നിലവിലുള്ള ഫയർഫോഴ്സിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ സ്കൂബ ഡൈവിംഗ് ടീം എത്തിയിരുന്നു. പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ആണ് പ്രതിസന്ധി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഈ പറയുന്ന മുങ്ങലത്തിക്കടക്കം വന്നാൽ പോലും ഇവിടെ നിന്നും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അവർ ഇന്നലെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീം 2-3 ടീം പോയതിനു ശേഷം മടങ്ങിയെത്തിയപ്പോൾ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ അവർ പറയുന്നത് മാലിന്യങ്ങൾ വകഞ്ഞ് മാറ്റി വേണം, ഇഴഞ്ഞ് വേണം, നീന്തിയല്ല ഇഴഞ്ഞ് വേണം അകത്തേക്ക് കടന്നു പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പരിമിതികളുണ്ട്. ഇനിയിപ്പോൾ അവരുടെ സേവനം ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി കൂടുതൽ പരിചയസമ്പന്നരായിട്ടുള്ള NDRFിൻ്റെ സംഘത്തെ തന്നെ ഉപയോഗിക്കുന്നതാണ് എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് രാത്രിയിൽ ജില്ലാ ഭരണകൂടം NDRFിൻ്റെ കൂടി സഹായം തേടിയത്. പത്തനംതിട്ടയിലുള്ള NDRF സംഘം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. സർവ്വസന്നാഹങ്ങളുമായാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അവർ ഇതിനോടകം തന്നെ ജോയി വീണു പോയ സ്ഥലം, അതായത് ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ഇടയിലായ റോഡിന് സൈഡിലുള്ള ആ ഒരു സ്ഥലമുണ്ട്. അത് തുറസായ സ്ഥലമാണ്. അതിന് മുകളിൽ സ്ലാബുകളോ അല്ലെങ്കിൽ ഈ ടണലോ ഒന്നുമില്ല. അവിടേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ അകത്തേക്ക് പ്രവേശിക്കും, ഈ ടണലിനകത്തേക്ക് പ്രവേശിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും സഹായകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായതിനു ശേഷം ഇതുവരെയും കാര്യമായ മഴ പെയ്തില്ല എന്നുള്ളതാണ്. മഴ പെയ്താൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായി മാറും. ഇവിടേക്ക് വെള്ളം കൂടുതൽ ഒഴുകിയെത്തുന്നു എന്നുള്ളത് മാത്രമല്ല പ്രതിസന്ധി, ഇതിന് തൊട്ടിപ്പുറയായി കിടക്കുന്ന മാലിന്യ പ്രശ്നം കൂടിയുണ്ട്. ആ മാലിന്യം കൂടി അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ ഈ കോരി മാറ്റിയ മാലിന്യങ്ങൾ വീണ്ടും അവിടേക്ക് കഴിഞ്ഞ ദിവസത്തിന് സമാനമായ അവസ്ഥയിലേക്ക് എത്തുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്നത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് NDRFിൻ്റെ സംഘം. NDRFിൻ്റെ സംഘത്തെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയാൽ ആളെ കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷയാണിപ്പോൾ ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും എല്ലാം പങ്കുവയ്ക്കുന്നത്. സമാനതകളില്ലാത്ത, അക്ഷയ് നേരത്തെ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഇത്ര സമയം എടുത്തുള്ള രക്ഷാപ്രവർത്തനം നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇത്ര ദുഷ്കരമായൊരു രക്ഷാപ്രവർത്തനം സമീപ സമയങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയൊക്കെ ആണെങ്കിലും അവർക്ക് കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണ് എങ്കിൽ കൂടി ഇത്തരത്തിൽ ഒരു സാഹചര്യത്തെ ഇതുവരെയും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല. അങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഈ ടണലിൻ്റെ നീളം എന്ന് പറയുന്നത് 140 മീറ്ററാണ്. ആ ടണലിനുള്ളിൽ നിറയെ മാലിന്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അത് മാറ്റിയാൽ മാത്രമേ അതിനുള്ളിലേക്ക് ജോയി പോയിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടെത്താൻ കഴിയൂ. മാത്രമല്ല നമ്മൾക്ക് ഇന്നലെ വലിയ പ്രതീക്ഷ ജോയിയുടെ കാര്യത്തിൽ വെച്ച് പുലർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും സമയമാകുന്നു. അതിനാൽ തന്നെ രക്ഷാപ്രവർത്തകർക്ക് പോലും വലിയ ഒരു ശുഭകരമായ പ്രതീക്ഷ പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല എന്ന നിരാശാജനകമായ കാര്യം കൂടി ഇവിടെ നിന്ന് പറയേണ്ടി വരികയാണ്. നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ കണ്ട അതേ അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പുറത്തെ ഭാഗത്തെ മാലിന്യം കോരി മാറ്റി തീർത്തു എന്നതൊഴിച്ചാൽ ടണലിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു ഇന്നലത്തെ അവസ്ഥ, അതേ അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. അക്ഷയ.